എല്ലാവർക്കും കർത്താവിൻ്റെ നാമത്തിൽ സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു. പ്രത്യേകാൽ ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിലിരുന്ന് ഈ സന്ദേശം യൂട്യൂബ് ചാനൽ വഴി കേൾക്കുന്ന, ഷെയർ ചെയ്യുന്ന എല്ലാ അഭിഷക്തന്മാർക്കും കർത്താവിൻ്റെ നാമത്തിൽ സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. വളരെ പ്രാർത്ഥനയോടും തികഞ്ഞ ദൈവാശ്രയത്തോടും നമുക്ക് ദൈവസന്നിധിയിൽ കടന്നു വരാമല്ലോ. കർത്താവ് നമ്മുടെ നടുവിൽ ആഗതനായിട്ടുണ്ട്. കർത്താവിലേക്ക് നമുക്ക് ഏൽപ്പിക്കാം. പ്രൈസ് ദി ലോർഡ്. വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ വേദാംശത്തിൽ നിന്നൊരു വാക്ക് വായിച്ച് പ്രാർത്ഥിപ്പാൻ താല്പര്യപ്പെടുന്നു. ഹല്ലേലൂയ. മത്തായി എഴുതിയ സുവിശേഷം 13-ാമത്തെ അധ്യായം അതിൻ്റെ 58-ാമത്തെ വേദാംശം. മത്തായി എഴുതിയ സുവിശേഷം 13-ാം അധ്യായം അതിൻ്റെ 58-ാമത്തെ വേദാംശം. അവരുടെ അവിശ്വാസം നിമിത്തം അവിടെ വളരെ വീര്യപ്രവർത്തികൾ ചെയ്തില്ല. സ്തോത്രം. ആമേൻ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൂതാണ്. ഈ കാലഘട്ടങ്ങളിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്നത് അവിശ്വാസമാണ്. സ്തോത്രം. യേശുവിൻ്റെ കാലഘട്ടങ്ങളിലും നസ്രയത്ത് വളരെ അത്ഭുതങ്ങൾ നടക്കേണ്ട സ്ഥലമാണ്. ആമേൻ. സ്തോത്രം. അപ്പോൾ ആ സ്ഥലത്ത് യേശു കർത്താവിനെ ഒത്തിരി പേര് കുറ്റം വിധിപ്പാനിടയായി. സ്തോത്രം. ആമേൻ. കർത്താവ് കാര്യാദികൾ ശുശ്രൂഷകളിലേക്കൊക്കെ ഇറങ്ങുമ്പോൾ ആമേൻ. സ്തോത്രം. ഒത്തിരി വ്യക്തികൾ ഇത് തച്ചൻ്റെ മകനല്ലേ എന്നൊക്കെ ചൊല്ലിയുള്ള കാര്യങ്ങൾ, യേശുവിനെ കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ അപരാധമായി പറഞ്ഞ് യേശുവിനെ തളർത്തിക്കളയത്തക്ക തലത്തിൽ അവർ മുമ്പിലോട്ട് വന്നു. പക്ഷേ അവിടെ ഒന്നും യേശു ആമേൻ വിസ്മയിച്ച് പോകാതെ, പ്രൈസ് ദി ലോർഡ്, വളരെ ആമേൻ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ ആമേൻ മുൻപിലോട്ട് കർത്താവ് വരികയാണ്. സ്തോത്രം. പക്ഷേ ഈ ആമേൻ നസ്രയത്ത് ആമേൻ യേശുവിനെ ഒത്തിരി ആമേൻ അവഗണിക്കുകയാണ്. ഇന്നും ആമേൻ യേശു കർത്താവിനെ അവഗണിക്കുന്ന വ്യക്തികൾ നമ്മുടെ ഇടയിലുണ്ട്. സ്തോത്രം. കർത്താവിൻ്റെ വാക്ക് കേൾക്കാതെ, കർത്താവ് ചെയ്യാൻ പോകുന്ന അത്ഭുതങ്ങളിലൊന്നും വിശ്വസിക്കാതെ, ഇതെല്ലാം തട്ടിപ്പാണെന്ന് പറയുന്ന ഒരു കൂട്ടം പേര് രക്ഷിക്കപ്പെട്ടവരുടെ ഇടയിൽ ഉണ്ട്. സ്തോത്രം. അത് അന്നുമുണ്ട്, ഇന്നുമുണ്ട്. ആമേൻ. നോക്കൂ, അവരുടെ അവിശ്വാസ നിമിത്തം കണ്ടോ. ആമേൻ. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആരാണോ ഒരു വീട്ടിനകത്ത്, ഒരു ദേശത്തിൽ, ആമേൻ, ഒരു ചർച്ചിനകത്ത് ആരാണോ ആമേൻ വിടുതലിന് വേണ്ടി വന്നിരിക്കുന്നത്, ആ വ്യക്തിയുടെ വിശ്വാസമാണ് ഏറ്റവും അത്യാവശ്യം. അവിശ്വാസമല്ല, വിശ്വാസം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് കൂടുതലും കാണുന്നത് അവിശ്വാസമാണ്. സ്തോത്രം. അങ്ങനെയെങ്കിൽ ഇന്ന് ആരോടൊക്കെയോ ദൈവാത്മാ പറയുന്നു, നീ അവിശ്വസിക്കണ്ട, വിശ്വസിക്കുക, എങ്കിൽ ഈ അത്ഭുതങ്ങളൊക്കെ നിന്റെ ജീവിതത്തിൽ ഇന്ന് പകൽക്കാലം നടക്കും. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം, ബെഥാനിയയിൽ യേശു ചെല്ലുമ്പോൾ ആമേൻ യേശു കർത്താവ് അവിടെ ചെല്ലുന്ന സമയത്ത് ആമേൻ സഹോദരിമാര് ഓടിച്ചെന്ന് പറയുന്നൊരു കാര്യമാണ്, കർത്താവേ, ആമേൻ, എൻ്റെ സഹോദരൻ മരിച്ചിട്ട്, അല്ലെങ്കിൽ നിന്റെ ഉറ്റ സ്നേഹിതൻ മരിച്ചിട്ട് ആമേൻ ഇന്നേക്ക് 4 ദിവസമായി. സ്തോത്രം. ഇതുവരെയും അങ്ങ് എവിടെയായിരുന്നു? സ്തോത്രം. നോക്കിക്കേ, ഇതുവരെയും കർത്താവെ നീ എവിടെയാ? നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ സ്തോത്രം ഇതൊന്നും സംഭവിക്കത്തില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞ് യേശുവിനെ ആമേൻ ഓരോ കാര്യാദികളിലും പറഞ്ഞവർ വിഷമിപ്പിക്കുക. അപ്പോൾ യേശു പറഞ്ഞൊരു കാര്യം ഇതാണ്. ആമേൻ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഇത് ഈ മരണം, ആമേൻ, ഈ കണ്ണുനീര് തിന്മയ്ക്കായി അല്ല, ഒരു നന്മ, സ്തോത്രം, ഇതിനകത്ത് വെളിപ്പെടാൻ പോകുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. നോക്കിക്കേ, ഇത് തിന്മയ്ക്കായിട്ടല്ല, ഇത് നന്മയ്ക്കായിട്ടാണ് വെളിപ്പെടുന്നത്. നീ വിശ്വസിച്ചാൽ ദൈവമഹത്വം കാണും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽ നീ വിശ്വസിക്കുകയാണെങ്കിൽ ദൈവമഹത്വം നിന്റെ കുടുംബത്തിനകത്ത് കർത്താവ് തരാൻ പോകുക. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ മഹത്വം അതിശക്തമായി ആമേൻ നമ്മുടെ നടുവിൽ ഇന്ന്
പകലിൽ ഈ പ്രഭാതത്തിൽ വെളിപ്പെടാൻ പോകുക. ഒന്ന് വിശ്വസിക്കുക. വിശ്വസിച്ച് കഴിഞ്ഞാൽ ദൈവപ്രവൃത്തി വെളിപ്പെടും. പ്രൈസ് ദി ലോർഡ്. യേശുവിൽ അവർ വിശ്വസിക്കാനിടയായി. കർത്താവിൻ്റെ വാക്കിന് അവർ വിശ്വസിക്കുക. എന്നാൽ ആ ബെഥാനിയ എന്ന പട്ടണത്തിനകത്ത് ഒത്തിരി പരീശ്വരന്മാർ നിൽക്കുക. ശാസ്ത്രിമാരുണ്ട്, മഹാപുരോഹിതന്മാരുണ്ട്, എന്ത് നടക്കുമെന്ന് കാണാൻ നിൽക്കുന്നവരുണ്ട്, ഒരു ഭാഗത്ത് കരയുന്നവരുണ്ട്, ഒരു ഭാഗത്ത് വിലാപങ്ങൾ പറഞ്ഞ് കരയുന്നവരുണ്ട്, സങ്കടം ബോധിപ്പിക്കുന്നവരുണ്ട്. സ്തോത്രം. ഒരു കുറച്ചു പേര് നിന്നിട്ട് അതങ്ങനെ സംഭവിക്കണമെന്ന് പറയുന്നവരുണ്ട്. അങ്ങനെ ഒരു വലിയ സമൂഹത്തിൻ്റെ മുൻപിലാണ് ഈ കുടുംബം നിൽക്കുന്നത്. അവർ കരഞ്ഞ് അവർ കണ്ണുനീരില്ലാതിരിക്കുക. കാരണം ഈ കല്ലറയ്ക്കകത്ത് ദുർഗന്ധം വരിക. ദുർഗന്ധം അവിടെ നിന്നും ആർക്കും നിൽക്കാൻ കഴിയാത്ത തലത്തിൽ സ്മെല്ലടിക്കുകയാണ്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ പോലെ നമ്മൾ ചെയ്യുന്നത് പോലെ കുഴി വെട്ടി അതിനകത്തല്ല അവിടെ ചെയ്യുന്നത്. ഇത് കല്ല് വെട്ടി ആ തലത്തിലാണ് കല്ലറ മെനയുന്നത്. അപ്പോൾ ഭൂമിയുടെ മുകളിലാണ് കല്ലറ ഇരിക്കുന്നത്. അപ്പോൾ ഭൂമിയുടെ മുകളിൽ കല്ലറ ഇരിക്കുമ്പോൾ നമ്മൾ ഭൂമിക്ക് അടിയിലാണ് വയ്ക്കുന്നത്, അവിടെ ഭൂമിക്ക് മുകളിലാണ് വയ്ക്കുന്നത്. അപ്പോൾ ആ കല്ലറയ്ക്കകത്തുനിന്ന് അതിൻ്റെ ആ കല്ലിൻ്റെ വിടവിൽ കൂടെ എന്ത് വരുന്നുണ്ട്? ആ കവാടത്തിൽ കൂടെ ആ സ്മെല്ല് വരുന്നുണ്ട്. കാരണം ശരീരം ജീർണിച്ചു. നാറ്റം വെച്ചു. കാരണം 4 ദിവസമായി. പക്ഷെ യഹൂദന്മാരുടെ ആചാരപ്രകാരം ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ 4 ദിവസം വരെ ആ കല്ലറയ്ക്ക് ചുറ്റും സ്തോത്രം. ആ 3 ദിവസം വരെ കല്ലറയ്ക്ക് ചുറ്റും എന്തുണ്ട്? തൻ്റെ പ്രാണൻ കിടന്ന് കറങ്ങുമെന്ന. എപ്പോഴും വേണോ ഇതിനകത്ത് ഈ ബോഡിയിൽ ആ പ്രാണൻ തിരിച്ച് വരാമെന്ന് വിശ്വസിക്കുന്ന ഒരു ഘട്ടത്തിലേക്കാണ് അവിടെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ അതെല്ലാം ടച്ചുടച്ചുകൊണ്ട് സ്വർഗത്തിലെ ദൈവത്തിൻ്റെ പ്രവൃത്തി 4-ാമത്തെ ദിവസം സകല ആചാരങ്ങളെയും പൊളിച്ചുകൊണ്ട്, സകല പ്രതീക്ഷകളെയും പൊളിച്ചുകൊണ്ട്, സകല അവിശ്വാസങ്ങളെയും തകർത്തുകൊണ്ട്, സകല പദ്ധതികളെയും പൊളിച്ചുകൊണ്ട് മരിച്ച നാറ്റം വെച്ച 4 ദിവസമായ ലാസറിനെ കർത്താവ് ഉയർത്തെഴുന്നേൽപ്പിച്ചു. സ്തോത്രം. ഭയങ്കര ശ്രുതിയായി ദേശം മുഴുവനും ഇളകി മറിയുകയാണ്. അവിശ്വസിച്ചവരെല്ലാവരും വിശ്വസിപ്പാനിടയായി. കുറ്റം പറഞ്ഞവരെല്ലാവരും യേശുവിൻ്റെ കാൽക്കൽ വീഴുവാനിടയായി. സ്തോത്രം. പരിഹസിച്ചവരും പരാതി പറഞ്ഞവരും, പ്രൈസ് ദി ലോർഡ്, മാറ്റി നിർത്തിയവരും, ഹല്ലേലൂയ, അപവാദം പറഞ്ഞവരും, പ്രൈസ് ദി ലോർഡ്, തട്ടിപ്പെന്ന് പറഞ്ഞവരും യേശുവിൻ്റെ കാൽക്കൽ വീഴുവാനിടയായി. പ്രൈസ് ദി ലോർഡ്. അതെന്താ അങ്ങനെ സംഭവിച്ചെന്നറിയാമോ? യേശു വന്നത് തൻ്റെ ഇഷ്ടം ചെയ്യാനല്ല. പ്രൈസ് ദി ലോർഡ്. ആണോ? അങ്ങനെയാണോ യേശു വന്നത്? അവിടെ അല്ല. യേശു വന്നത് തൻ്റെ ഇഷ്ടം ചെയ്യാൻ വേണ്ടിയല്ല, അല്ലെങ്കിൽ തന്നിൽ കൂടെ ചെയ്യുന്ന അത്ഭുതങ്ങൾ ഇവിടെയും ചെയ്യാമെന്ന് പറഞ്ഞ് വന്നതല്ല. അങ്ങനെ ഇന്ന് പോകുന്നവരുണ്ട്. ഞാൻ അപ്പുറത്ത് പോയപ്പോൾ അത്ഭുതം ചെയ്തല്ലോ, ഇവിടെയും അതുപോലെ ചെയ്യാമെന്ന് പറയുന്നവരുണ്ട്. നടക്കില്ല അഭിഷത്തനെ, നടക്കത്തില്ല. സ്വർഗം നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിലേ ചെയ്യാൻ പറ്റും. വചനവിരുദ്ധമായി ചെയ്യരുത്. ഇന്നലെയും അത്ഭുതം സംഭവിച്ചു, അത് ഇവിടെയും പറഞ്ഞാൽ ഇവിടെയും അത് സംഭവിക്കും എന്നുള്ളത് നടക്കത്തില്ല. യേശു ആ ബെഥാനിയിൽ ചെന്ന് 4-ാം ദിവസം ചെന്നതിൻ്റെ കാര്യം പിതാവ് പറഞ്ഞാ ചെന്നത്. സ്തോത്രം. പിതാവ് തന്നോട് കൽപ്പിച്ചതാ അവിടെ ചെല്ലാൻ. അതുപോലെ അവിടെ ചെന്നു. എന്നിട്ട് തൻ്റെ ഇഷ്ടമൊന്നുമല്ല അവിടെ നിവർത്തിച്ചത്. യേശു കർത്താവിൻ്റെ ഇഷ്ടമൊന്നും അവിടെ നിവർത്തിച്ചില്ല. യേശു കർത്താവിൻ്റെ സ്വയത്തിൽ നിന്ന് ഒന്നും അവിടെ പറഞ്ഞില്ല. യേശു കർത്താവിൻ്റെ വാക്കുകളെല്ലാം പിതാവിൻ്റെ ഇഷ്ടപ്രകാരമായിരുന്നു. ഇന്ന് പകൽ നമ്മുടെ വാക്കുകൾ, നമ്മുടെ ചിന്തകൾ, നമ്മുടെ കൊടുക്കൽ വാങ്ങലുകൾ, നമ്മുടെ ഇടപാടുകൾ അതെല്ലാം ഉയരത്തിലെ ശബ്ദമായിരിക്കട്ടെ, ഉയരത്തിലെ സാന്നിധ്യമായിരിക്കട്ടെ. എങ്കിലും അതിനകത്തിട്ട് ഞെരുക്കുന്ന മനുഷ്യരുണ്ട്. നമ്മളൊന്നും ചെയ്യണ്ട. അതിനകത്ത് ദൈവം ഇടപെടാൻ പോകുക. ഇന്ന് പ്രഭാതം നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ സംഭവിക്കണമെങ്കിൽ, നമ്മുടെ വിഷയത്തിന് മറുപടി കിട്ടണമെങ്കിൽ, നാം നമ്മുടെ അധികാരമെടുക്കാതെ
ദൈവത്തിൻ്റെ അധികാരത്തിനായി കാത്തിരിക്കണം. വെയിറ്റ് ചെയ്യൂ. ആമേൻ. പിതാവായ ദൈവത്തിൻ്റെ ഇഷ്ടം നിവർത്തിപ്പാൻ യേശു കർത്താവ് ബഥാനിയിൽ കല്ലറയ്ക്കുടെ മുമ്പിൽ പ്രാർത്ഥിപ്പാനിടയായി. പ്രൈസ് ദി ലോർഡ്. പിതാവ്, എൻ്റെ ഇഷ്ടമല്ല, നിന്റെ ഇഷ്ടം ഇവിടെ നിവർത്തിക്കണം. നോക്കൂ, കാനാവിലെ കല്യാണ വീട്ടിൽ, യോഹന്നാൻ സുവിശേഷം പഠിക്കുമ്പോൾ കാനാവിലെ കല്യാണ വീട്ടിൽ യേശുവിനെ ക്ഷണിച്ചു, ശിഷ്യന്മാരെയും ക്ഷണിച്ചു, യേശുവിൻ്റെ അമ്മയെ ക്ഷണിച്ചു. എല്ലാവരും കൂടെ ഉള്ളൊരു വലിയൊരു കല്യാണ വീടാണ്. ആ കല്യാണ വീട്ടിലെ പ്രധാനപ്പെട്ട ഒരു വിരുന്നിൽ ഒരു വിഭവമാണ് ആ വീഞ്ഞ്. ആ വീഞ്ഞ് അവിടെ തീർന്നു പോയി. സ്തോത്രം. തീർന്നു പോയപ്പോൾ യേശുവിൻ്റെ അമ്മ നേരെ പോയി യേശുവിനോട് പറഞ്ഞു. യേശു പറഞ്ഞു, സ്ത്രീയെ, എനിക്കും നിനക്കും തമ്മിൽ എന്ത്? നിന്നെ ആൾക്കാർ ഇളക്കി വിടും പറയാൻ. സ്തോത്രം. നീ അത് ചെയ്യെന്ന് പറഞ്ഞ ആൾക്കാർ, ജനങ്ങൾ നിന്നെ ഇളക്കി വിടും. പക്ഷേ നീ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കാനാണ് ഇന്ന് പകൽക്കാലം ഇരിക്കുന്നെങ്കിൽ, നിന്റെ വീട്ടുകാർ നിന്നെ ഇളക്കി വിടും, നിന്റെ നാട്ടുകാർ നിന്നെ ഇളക്കി വിടും. പ്രൈസ് ദി ലോർഡ്. നിന്റെ ബന്ധുക്കൾ, നിന്റെ കൂടെ പഠിച്ചവർ, നിന്റെ സ്നേഹിതർ നിന്നെ ഇളക്കി വിടും. പക്ഷേ നീ ദൈവത്തിൻ്റെ ശബ്ദത്തിന് വേണ്ടി മുട്ടുമടക്കുകയാണെങ്കിൽ, ഈ പകലിൽ പരിശുദ്ധാത്മാവ് ആരോടൊക്കെയോ പറയുന്നു, നീ ദൈവത്തിൻ്റെ ശബ്ദത്തിന് വേണ്ടി മുട്ടുമടക്കുന്ന വ്യക്തിയാണെങ്കിൽ, നീ ദൈവത്തിൻ്റെ സംരക്ഷണത്തിനകത്ത് വളരുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ, കർത്തി നിന്നുകൊണ്ട് വേരൂന്നി വളരുവാൻ ആഗ്രഹിക്കുന്ന ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണെങ്കിൽ, നീ മനുഷ്യന്റെ വാക്കിന് വില കൊടുക്കരുത്. മനുഷ്യന്റെ വാക്കിനെ ബഹുമാനിക്കുക, ചേർത്ത് പിടിക്കുക. പക്ഷെ വില കൊടുക്കുന്നത്, അതിൽ കൂടെ ആ വാക്കിനനുസരിച്ച് ചെയ്യുന്നത് ദൈവത്തിന്റെ വാക്കായിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. യേശു തൻ്റെ വാക്കാണ് ബഥാനിയയിൽ ഉപയോഗിച്ചെങ്കിൽ, തൻ്റെ വാക്കാണ് സ്തോത്രം കാനാവിലെ കല്യാണ വീട്ടിലേക്ക് ഉപയോഗിച്ചിരുന്നു എങ്കിൽ, അത് അവിടെ സ്തോത്രം ആ പച്ചവെള്ളത്തെ വീഞ്ഞാക്കാൻ കഴിയില്ലായിരുന്നു. സ്തോത്രം. പലപ്പോഴും അങ്ങനെയാണ്. നമ്മുടെ ജീവിതത്തിനകത്ത് ഒരു മിറക്കിൾ സംഭവിക്കണമെന്ന് കർത്താവിന് ആഗ്രഹമുണ്ട്. പക്ഷേ നമ്മുടെ ചിന്തകൾ, നമ്മുടെ തീരുമാനങ്ങൾ, നമ്മുടെ ഇഷ്ടങ്ങൾ, നമ്മുടെ സ്തോത്രം പഠനങ്ങൾ വച്ച് നമ്മൾ വിലയിരുത്തും. പക്ഷേ നീ ദൈവത്തിന് ഇടം കൊടുത്തു കഴിഞ്ഞാൽ, ദൈവത്തിന് നിന്റെ ജീവിതത്തെ പൂർണ്ണമായി സമർപ്പിച്ചു കഴിഞ്ഞാൽ, ദൈവം അതിനകത്ത് ഒരു റിസൾട്ട് ഇന്ന് പകലിൽ നിങ്ങളുടെ ജീവിതത്തിൽ തരുവാനുണ്ട്. ആമേൻ. ഈ ജൂലൈ മാസം 16-ാം തീയതി വ്യാഴാഴ്ച പരിശുദ്ധാത്മാവ് വ്യക്തമായി പറയും, നിന്റെ അവിശ്വാസം ഇന്ന് പകലിൽ നീങ്ങിപ്പോകണം. നസറത്തുകാർക്കൊരു പ്രശ്നമുണ്ട്. യേശു അവിടെ ജനിച്ചു വളർന്നതല്ലേ? സ്തോത്രം. യേശു അവിടെ ഉള്ള ആളല്ലേ? അവനെ കൂടെ എന്ത് ചെയ്യാൻ കഴിയും? ദൈവപൈതലേ, നീ ആരെയും നിന്റെ വാക്കുകൊണ്ട് അളക്കരുത്. സ്തോത്രം. നിന്റെ വാക്കുകൊണ്ട് നീ ആ വ്യക്തികളെ അളക്കരുത്. നിന്റെ അനുഗ്രഹങ്ങളെല്ലാം പാഴായി പോകും. നിന്റെ വിശ്വാസം ഒറ്റ വാക്കിൽ അവിശ്വാസമായി മാറും. ഹല്ലേലൂയ. കാനാവിലെ കല്യാണ വീട്ടിൽ യേശു കർത്താവ് ചെയ്തൊരു കാര്യം ശ്രദ്ധിച്ചോ? പിതാവിൻ്റെ ഇഷ്ടം വരെ കാത്തിരുന്നു, വെയിറ്റ് ചെയ്തു. സ്തോത്രം. വൈകി വരുന്നത് നന്മയുണ്ടല്ലോ, അതിൻ്റെ ജീവിതത്തെ ഇളക്കി മറിക്കും. ആമേൻ. സ്തോത്രം. ദർശനത്തിനൊരു അവധി വച്ചിട്ടുണ്ട്, അത് വരും. അത് വൈകിയാലും വരും. അതിനായി നീ വെയിറ്റ് ചെയ്യണം, താമസിക്കുകയുമില്ല. ആമേൻ. വൈകി വരും, നിനക്ക് നന്മ വരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. രക്തത്താൽ ജയമെടുക്കുന്നു. നോക്കൂ, കാനാവിലെ കല്യാണ വീട്ടിലെ പച്ചവെള്ളത്തെ പിതാവിൻ്റെ ഇഷ്ടപ്രകാരം പുത്രൻ അതിനെ വീഞ്ഞാക്കി. ഇന്ന് പകലിൽ പുത്രൻ വീഞ്ഞാക്കിയെങ്കിൽ അത് ഏറ്റവും വളരെ ബെസ്റ്റായിരിക്കും. ഇന്നലെ വരെ കൊടുത്തത്, കുറച്ച് മുമ്പ് വരെ കൊടുത്ത വീഞ്ഞ്, എന്നാൽ അതിനേക്കാൾ ഇതുവരെ ഗലീല കാണാത്ത തലത്തിലുള്ളൊരു വീഞ്ഞ് അവിടെ പുറപ്പെടുകയാ. കുടബൽക്കവന ജൂഡമനാരകൽക്കനാദി. ഇതുവരെ ഗലീല കാണാത്തത്, ഇതുവരെ കല്യാണ വീട്ടിൽ വന്നവർ കാണാത്തത്, രുചിക്കാത്തതുമായ ബെസ്റ്റ്
വീഞ്ഞ് ആമേൻ ദൈവം അവിടെ പുറപ്പെടുവിക്കുകയാ. ഇന്ന് പകലിൽ ഇന്നലെ വരെ കഴിഞ്ഞ നാള് വരെ നിന്റെ വായിന്ന് വരാത്ത ചില സ്തോത്രം പ്രൈസ് ദി ലോർഡ് വാക്കുകൾ ഇന്ന് പകൽക്കാലം പുറത്തു വരട്ടെ. വിശ്വാസത്തിന്റെ വാക്കുകൾ പുറത്തു വരട്ടെ. പരാജയത്തിന്റെ വാക്കുകളെ നീ ഫുൾ സ്റ്റോപ്പ് ഇട്ടുകൊണ്ട് ദൈവ ശബ്ദത്തിനെതിരെ ചെവി തുറക്ക്. മനുഷ്യ ശബ്ദം നീ എടുക്കരുത്. ദൈവത്തിന്റെ ശബ്ദം നിന്റെ ചെവിയിലേക്ക് നീ കേട്ടിട്ട് നീ മുഴങ്കാലിരുന്ന് ദൈവമേ നിന്റെ ഇഷ്ടം ചെയ്യാൻ എന്നെ നീ ഒരുക്കണമേ എന്ന് ഇന്ന് പകൽക്കാലം നീ പറയുമെങ്കിൽ എന്നെ കേൾക്കുന്ന അഭിഷക്തന്മാരോട് ദൈവാത്മാ പറഞ്ഞു, ദൈവദാസനെ ദൈവഭക്തനെ സ്തോത്രം അവിശ്വാസത്തിന്റെ വാക്കുകൾ പറയരുത്. തലമുറയെ നോക്കി അവിശ്വാസം പറയരുത്. കുടുംബജീവിതത്തെ നോക്കി അവിശ്വാസം പറയരുത്. നിന്റെ ഉപജീവനത്തെ നോക്കി അവിശ്വാസം പറയരുത്. നിന്റെ യാത്രയെ നോക്കി അവിശ്വാസം പറയരുത്. വിശ്വാസത്തിന്റെ വാക്ക് പറ. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ പരിശുദ്ധാത്മാവിനെ നോക്ക്. സ്വർഗം വലിയ കാര്യങ്ങൾ ചെയ്യും. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതത്തിനായി സ്തോത്രം. ഞങ്ങളോട് കൃത്യമായി സംസാരിച്ചല്ലോ. ഞങ്ങളുടെ അവിശ്വാസത്തിൻ്റെ വാക്കുകൾ കർത്താവേ അങ്ങവിടെ നിന്ന് മാറ്റി ഞങ്ങളുടെ വിശ്വാസത്തിൻ്റെ വാക്കുകൾക്ക് നിന്ന് ഇന്ന് പകൽക്കാലം നേടുവാൻ സ്വർഗ്ഗം ഞങ്ങളെ സഹായിക്കണം. അത്ഭുതം ചെയ്യണം. യേശുവിൻ അൻപുള്ള നാമത്തിൽ തന്നെ ആമേൻ. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.